ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ അങ്ങനെയുള്ളത് നെല്ലൂർ എന്ന് പറഞ്ഞ സിറ്റീനടുത്ത് ഒരു ഭാരത് പെട്രോളിയത്തിൻ്റെ പമ്പിലാണ് കേട്ടോ. ഇവിടെ നമ്മുടെ കൂടെ ഒരാൾ ഇത് രാവിലെ കുളിച്ച് സുന്ദരിയായിട്ട് വന്നത്. ഇപ്പോൾ ഒന്ന് പൊക്കിക്കേ. ഞങ്ങൾ രാവിലെ ഈ പമ്പിൽ നിന്നാണ് ഫ്രഷപ്പ് ആയത്. എണ്ണയുണ്ട്, ആൻസിക്ക് കുളിക്കാനും പറ്റി. ഞാൻ വലിയ കാര്യത്തിൽ എണ്ണയൊക്കെ വെച്ച് സെറ്റായി നിന്നപ്പോൾ പറഞ്ഞു ഇവിടെ ലേഡീസ് കുളിക്കാൻ പാടില്ല, ലേഡീസ് കുളിക്കാണ്ട് ഇവിടെ യാത്ര ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ആൻസി കുളിക്കത്തില്ല. അടുത്ത ഏതെങ്കിലും പമ്പിൽ ഏതെങ്കിലും കയറി നോക്കണം. അപ്പോൾ ഞങ്ങൾ ഇന്നലെ കിടന്ന പമ്പ് ഇതല്ല കേട്ടോ, ഞങ്ങളൊരു ഇന്ത്യൻ ഓയിലിൻ്റെ പമ്പിലാണ് കിടന്നത്. അപ്പോൾ ഇനി ആരെങ്കിലുമൊക്കെ യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ളൊരു ഞങ്ങളുടെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പറയുകയാണ്, ആരും ഇന്ത്യൻ ഓയിലിൻ്റെ പമ്പിൽ കയറി ബാത്റൂമിൽ പോകാനൊന്നും പ്രതീക്ഷിക്കരുത്. അത്രയ്ക്ക് വൃത്തികേടെന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് അലമ്പാണ്. പക്ഷെ ബാക്കിയുള്ള പമ്പുകളെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ അങ്ങനെയല്ല, നല്ല വൃത്തിയുണ്ട്. പക്ഷെ ഇന്ത്യൻ ഓയിൽ നോക്കാൻ തന്നെ ഓരോ ആൾക്കാരെയൊക്കെ നിർത്തിയേക്കുന്നതാണ്. അതെ, ഇന്ത്യൻ ഓയിൽ ഇപ്പോഴും ആ പഴയ കാലത്താണ്. പക്ഷെ ഞങ്ങൾ ആദ്യത്തെ ട്രിപ്പിൽ ഞങ്ങൾ ഇന്ത്യൻ ഓയിലിനെ പൊക്കി പറഞ്ഞിട്ടുണ്ട്. കാരണം ഞങ്ങൾ ഇന്ത്യൻ ഓയിൽ പമ്പിൽ തന്നെയാണ് കുളിച്ചിട്ടുള്ളത്, കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുള്ളത്. അതെ, ബാത്റൂമിൽ പോക്കൊക്കെ. പക്ഷെ ഈ പ്രാവശ്യം നമുക്ക് ഭയങ്കര ദുരനുഭവമാണ് ഇന്ത്യൻ ഓയിലിന്റെ പമ്പിൽ. അപ്പൊ അങ്ങനെ നമുക്ക് നേരെ വീഡിയോയിലേക്കാണ്. കുഞ്ഞാരിക്ക് കുളി കഴിഞ്ഞ് ഇറങ്ങിയപ്പോ എന്തോ സംഭവിച്ചിട്ടുണ്ട്. ഇതെന്താ കുഞ്ഞാരി കാണിക്കുന്നേ? ഇതേതാ പാട്ടേതാ? പാട്ടില്ലേ ചേട്ടേ? കുളി കഴിഞ്ഞപ്പോ കുഞ്ഞാരിക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട്. ഭയങ്കര ഡാൻസ് ഒക്കെ. അത് മാത്രല്ല, ഇന്നലെ കൊതുക് ആക്രമിച്ചു. അതിപ്പോ എത്ര നല്ല പമ്പാണെങ്കിലും കൊതുക് തന്നെയാണ് കേട്ടോ. ഭയങ്കര മുൻവശത്തൊക്കെ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ ആയല്ലോ, ഫുള്ള് മാറ്റി വെക്കണമല്ലോ. ഇതാണ് ഞാനാ പറഞ്ഞ സാധനം. ഇത് നമ്മളെ ഏറെക്കുറെ ഇന്നലെ രക്ഷിച്ചു. പക്ഷെ വണ്ടി ഓണാക്കി ഇടണം, ഇത് വർക്ക് ചെയ്യണം. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അങ്ങനെ ഞങ്ങൾ ഇവിടെ തന്നെ എണ്ണ അടിക്കാന്ന് വെച്ചിട്ട് അപ്പൊ ഗ്ലാസ് ക്ലീനിങ് ഉണ്ട് കേട്ടോ. മുന്നത്തെ പമ്പിൽ, ഇതിന് മുന്നേ ഞങ്ങൾ ഈ പമ്പിൽ നിർത്തിയിട്ടുണ്ട് ഏതോ ഒരു യാത്രയ്ക്ക്. ഈ സെയിം പമ്പില് അന്നും ഇതേപോലെ ഗ്ലാസ് ക്ലീൻ ചെയ്ത് തന്നിട്ടുണ്ട്. 1000 രൂപന്റെ മേളിലേക്ക് അടിച്ചാലോ അങ്ങനെ എന്തോ ആണ് ഇതുള്ളത്. അത് മാത്രമല്ല, എന്തൊക്കെയോ ഫ്രീ തരുമായിരുന്നു അന്ന്. അത് നമുക്കൊരു ടവല് ഫ്രീ ആയിട്ട് തന്നിട്ടുണ്ടായിരുന്നു, എനിക്ക് ഓർമ്മയുണ്ട്. അത് പമ്പിന്റെ ഫസ്റ്റ് തുടക്കം അങ്ങനെയല്ല, അത് ഈ 1000ന്റെ മേളിൽ അടിക്കുന്നതിന്റെ. ഇന്നും നമ്മൾ 1500 മേളിലായിട്ടുണ്ട്. ആയിക്കോട്ടെ, നന്നായി തന്നെ ക്ലീൻ ചെയ്ത് കിട്ടുമല്ലോ. അതെ, പെർഫെക്റ്റ് ആയില്ലേ. ഇത് ഈ ഭാരത് പെട്രോളിയത്തിൽ മാത്രമല്ലോ? എനിക്കറിയില്ല എങ്ങനെയാന്ന്. നമുക്ക് വേറെ ആദ്യമായിട്ട് എനിക്ക് ഈ ഒരു പമ്പിന് മാത്രമാണ് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിരുന്നു. അതെ, പക്ക ക്ലീൻ. ഇനി ഇവിടെ എന്താ നൈട്രജനോ? നൈട്രജൻ. ഓഹോ, നൈട്രജന് പൈസ ഉണ്ടോ? ഇല്ലേ? ഓക്കെ, സ്റ്റോപ്പ്. അതേത് സ്ഥലത്ത്? ബർഗർ കഴിക്കണ സ്ഥലത്താ? ആഹാ, അടുത്ത ടോള് വന്നല്ല. ശരി ചേട്ടൻ എന്ത് പറയുന്നോ അതുപോലെ തന്നെ ഇരുന്ന് പറയുവാണ്. എന്താ പറഞ്ഞോണ്ടിരുന്നത്? ആർക്കെങ്കിലും മനസ്സിലായോ? എന്തോ കൊച്ചെവിടെയോ ജോക്കർ അല്ല ഏട്ടേ. അതെ, അതിന്റെ ഫ്രണ്ടിൽ ഒരു ഇതുണ്ടാവൂല്ലോ, ഒരു പ്രതിമ. അതിനെയാണ് പറയണേ, അതിന്റെ കാര്യമാണ് പറഞ്ഞത്. അപ്പൊ അവിടെ കേറാൻ നമുക്ക് അത് കഴിക്കാന്നൊക്കെ പറഞ്ഞപ്പോ നമ്മള് പറഞ്ഞില്ലേ വേണ്ട, നമ്മുടെ യാത്രയെ അടിക്കാതൊന്നും നടക്കില്ല എന്നൊക്കെ പറഞ്ഞില്ലേ? കണ്ടുന്നാണ് പറഞ്ഞത്. നമ്മുടെ അടുത്ത ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എവിടെയാണെന്നറിയോ? എനിക്ക് കുളിക്കണം. അല്ല, അത് മാത്രല്ല, അടുത്ത ലക്ഷ്യം എന്ന് പറഞ്ഞാൽ വിജയവാഡയാണ്. അപ്പൊ ഇവിടെ ഒരു ടോള് വരുന്നുണ്ട്. അവിടുത്തെ സ്ഥിതി ഒന്ന് നോക്കിയിട്ട് പറ്റുമെങ്കിൽ നമുക്ക് കുളിക്കാം. ആന്ധ്രയുടെ ഒരു പ്രത്യേകതയാണ് കേട്ടോ, അതായത് നെൽപ്പാടം. ആൻസി, ആന്ധ്ര കഴിയുന്നോളം വരെ ഞങ്ങൾ ചിലപ്പോ ഇത് തന്നെ കൂടുതൽ കാണിച്ചു തന്നിരിക്കും. കാരണം ഏറ്റവും കൂടുതൽ നെൽപ്പാടങ്ങളും അത് വിളഞ്ഞിട്ടൊന്നുമില്ല, മൊത്തം ഇങ്ങനെ പച്ചപ്പായിട്ട് നിൽക്കുക, നല്ല ഭംഗിയുണ്ട്. അടിപൊളിയല്ലേ? ആ കാഴ്ച ഒരു രക്ഷയില്ല കേട്ടോ, ഒരു രക്ഷയില്ല. അതിങ്ങനെ കണ്ണെത്താ ദൂരം എന്നൊക്കെ പറയില്ലേ, അത്രയും ദൂരം വരെ ഈ പച്ചപ്പ. അതിന് രണ്ട് സൈഡിലും അങ്ങനെ തന്നെയാ കേട്ടോ. ഇനി ടോളെത്താ കുളിക്കാന്നുള്ളതാണ്. അവിടെ ഒരു ജിയോ പമ്പ് ഉണ്ടല്ലോ, ഓപ്പോസിറ്റ് അല്ലേ? അങ്ങനെ ചെറിയൊരു ടോള് കിട്ടി. അപ്പൊ അവിടെ ഒരു കണ്ടെയ്നർ വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ രണ്ടായിട്ട് തിരിച്ചിട്ട് ബാത്റൂം എടുത്ത് ഇത് കണ്ടില്ലേ, ഈ കാണുന്നത് ആൻസി അല്ല, ഇത്. അപ്പോൾ അവിടെ പോയി ആൻസി ഒന്ന് കുളിച്ചു. കുറേ ഡ്രസ്സ് കഴുകാണ്ടെന്ന് എല്ലാം കഴുകി. ഇനി വേണം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കാം. ബ്രെഡ് മേടിച്ച് വെച്ചിട്ടുണ്ട്, നമുക്ക് ചായയും ബ്രെഡൊക്കെ കൂടി കഴിക്കാം അല്ലേ? അപ്പോൾ നമുക്ക് എല്ലാം വിടാട്ടോ. അങ്ങനെ വലിയൊരു ഗ്രൗണ്ട് കിട്ടിട്ടോ, ഞങ്ങൾ കുക്ക് ചെയ്യാൻ വേണ്ടി ഇറങ്ങുകയാണേ. എന്തോ ഒരു പറഞ്ഞാലേ ആൻസി, നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആദ്യം ആക്കാം. എന്നിട്ട് ഉച്ചക്കത്തേക്ക് സാമ്പാർ വെക്കണമെങ്കിൽ സാധനങ്ങളില്ലല്ലോ, അഡ്ജസ്റ്റ് ചെയ്തിട്ട് സാമ്പാർ അങ്ങ് വെക്കാം. കഷ്ണങ്ങളില്ലാത്ത സാമ്പാറോ? അതെന്ത് സാമ്പാർ നോക്കാം. നമുക്കെന്നാ ഒരു പണിയുണ്ട്, ആ തുണി നമുക്ക് അവിടെ ഇട്ട് കഴുകുകയും ചെയ്യാം. കഴുകല്ല, അല്ല ഉണക്കാം.
അല്ലേ? എൻ്റെ അടുത്ത് പോയി നിൽക്കാം. അപ്പോൾ അങ്ങനെ ആൻസി ചായക്കുള്ള സാധനങ്ങൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതേപോലെ നമ്മൾ ഇവിടെ തുണികൾ മൊത്തം കഴുകിയിട്ടുണ്ട് കേട്ടോ. കഴുകിയത് നേരത്തെ കഴുകി ഒന്ന് ഉണങ്ങി കിട്ടിയാൽ. ഇതിൽ കോമഡി എന്താണെന്ന് വെച്ചാൽ, അല്ല കുഴപ്പമില്ല ആൻസി, അവിടെ ഗേറ്റ് ഒരെണ്ണം തുറന്ന് കിടക്കുന്നത്. താഴെ വീണ് പോയാ സീന. വീണ് പോയാൽ പിന്നെ നോക്കണ്ട. അപ്പോൾ രാവിലെ എന്താ? ബ്രെഡും മുട്ടയും. ഉച്ചക്കത്തേക്കുള്ള കറിയും കൂടി വെച്ചിട്ടങ്ങ് പോകാം അല്ലേ? പരിപ്പും തക്കാളിയൊക്കെ ഇട്ടൊരു സാമ്പാർ ആൻസി പറഞ്ഞാല്. ചെറു സാമ്പാർ. ആദ്യം എന്താ വെക്കുന്നത്? ചായ. എന്നാ ചായ വെക്കാം. എന്താ? ചാറുകറി. സാമ്പാറല്ല, ചാറുകറി കേട്ടോ. സാമ്പാർ പൊടി ഇട്ട് ചാറുകറി അല്ലേ? അത്രേ ഉള്ളൂ. നമ്മൾ പച്ചക്കറി കിട്ടുന്നത് നോക്കിയിരുന്നാൽ ചിലപ്പോൾ നടക്കൂല. ആയിക്കോട്ടെ. അപ്പൊ അങ്ങനെ നമ്മുടെ മുട്ട ഇവിടെ റെഡിയാവുന്നുണ്ട്. ചായ റെഡിയാക്കി വെച്ചു. ആ വെള്ളം കമത്തി ഒഴിക്കല്ലേ കേട്ടോ. ചൂട് ചായയൊക്കെ ഇരിക്കുന്നേ. പിന്നെ ഞാനിവിടെ വേറെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. കാര്യം ലീക്കൊന്നും ഇല്ല, എന്നാലും ഇവിടെ ഇങ്ങനെ പൊക്കി വെച്ചിട്ടുണ്ട്. എന്തിനാണെന്നറിയോ? ചെറിയൊരു വായുസഞ്ചാരം കിട്ടാൻ വേണ്ടിയാ. ഗുഡ് ഗേളാ. അവിടെ ഇരുന്നോ. അപ്പോൾ നമുക്ക് ചോറ് ഞങ്ങൾ ചെറിയ തീരുമാനം മാറ്റി. സാമ്പാർ, വൺപയർ തോരൻ അല്ലേ? ഇത് ഞങ്ങൾക്ക് മുട്ട കഴിക്കാനാണ്. മുട്ടയല്ല, കൊച്ചിൻ്റെ സ്പെഷ്യൽ മുട്ട കേട്ടോ. നാടൻ മുട്ട നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അപ്പോൾ കൊച്ചിന് ബുൾസൈ ആയിട്ട് വേണം, അതാണ് അതിൻ്റെ പ്രത്യേകത. ഫേവറേറ്റ് മുട്ട ഉണ്ടാക്കി തരാം. ആരൊക്കെയോ വന്ന് വെള്ളം ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഞങ്ങൾ പറഞ്ഞു വെള്ളമൊന്നും ഇല്ല ചേട്ടാ. അത് ഒരാളോ രണ്ടാളാണെങ്കിൽ കുഴപ്പമില്ല. ഒരു 10 മിനിറ്റ് വണ്ടിയിൽ നിറച്ച ആൾക്കാരാണ്. എനിക്കൊന്നും അവർ എവിടെയോ പഴനിയിൽ പോയിട്ട് വന്നാണോന്ന് അറിയില്ല. മുട്ട അടിച്ചിട്ടായിരുന്നു. പഴനിയല്ല, തിരുപ്പതി. ഇടല്ലേ എന്താ ആൻസി ഇപ്പത്തെ ട്രെൻഡിങ്? മുട്ടയൊക്കെ ഉണ്ണിയൊക്കെ പൊട്ടിച്ചു കൊടുക്കണം. അത് ജസ്റ്റ് ഒന്ന് ആക്കിയപ്പോ പൊട്ടിപ്പോയി. അതിന്റെ മുഖം വാടിയതുണ്ടോ മുട്ട ഉണ്ണി പൊട്ടിയപ്പോ? അപ്പൊ അങ്ങനെ ചായ കൂടി കഴിഞ്ഞു. കഞ്ഞിയല്ല, ഇന്ന് ചോറ് കുറച്ചും കൂടി വേകാനുണ്ട്. അപ്പൊ തേങ്ങ ചരണ്ടി വെച്ചിട്ടുണ്ട് നമ്മുടെ. ആ തേങ്ങ മതിയോ? തേങ്ങ അതേ ഉള്ളൂ. ഒരു മുറി തേങ്ങ നാശായി പോയി. അപ്പൊ പിന്നെ ചെറിയൊരു പൂപ്പലാണ് ഉള്ളൂ. വേണ്ട, നമ്മള് യാത്രയിനിടയ്ക്ക് വീട്ടിൽ നിന്നൊക്കെയാണ് അത് ഉപയോഗിക്കാം. യാത്ര ചെയ്യുമ്പോൾ അങ്ങനെ ഉപയോഗിക്കില്ല. അപ്പൊ ഇനി അതും കൂടി ആയിക്കഴിഞ്ഞാൽ, ചോറും കറിയും കൂടി ആയിക്കഴിഞ്ഞാൽ വേണമെങ്കിൽ കഴിച്ചിട്ട് പോവാം അല്ലേ? അല്ല, സമയം 10:15 എന്നാ കഴിക്കണ്ട. ആണോ? കൊച്ചി ഇവിടെ എന്തോ ഭയങ്കര പരിപാടിയാട്ടോ. ആ ചിരട്ടയ്ക്കകത്താണ് കൊച്ചിൻ്റെ പരിപാടി. വീട്ടിൽ ചെല്ലുമ്പോൾ കൊച്ചിന് ഇതിൽ ചായ കുടിക്കാൻ പറ്റുമോ? പട്ടിയാ മതി. നിന്ന് സ്ഥലം കൊള്ളാട്ടോ അല്ലേ? അന്നേരത്തേക്കും തുണികളും ഒന്ന് ഉണങ്ങി കിട്ടും. അപ്പൊ അതിന് വേണ്ടി നമ്മൾ പിന്നെ വേറൊരു ടൈം കണ്ടെത്തേണ്ട ആവശ്യമില്ല. ഉണങ്ങിയില്ലെങ്കിലേ വലിഞ്ഞു കിട്ടിയാലും മതി. അതെ. നമ്മുടെ വൺപയർ എന്തായി? വെള്ളത്തിലിടാതെ വെച്ചതല്ലേ, അതാ. അപ്പോൾ അതേ കുഞ്ഞാറ്റേൻ്റെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. എങ്ങനെയുണ്ട്? ഇത് ആർക്കൊക്കെ വേണമെന്ന് പറഞ്ഞ് ആയില്ല. കുഞ്ഞാറ്റ എന്തൊക്കെ തരം കറി? ഇതെന്തോ ഒരു തോരനോ അങ്ങനെ എന്തോ ആണ്. ഇതാ ഫുഡ്. ഇങ്ങോട്ട് നോക്കിയേ. ഇതാണ് ആ കുക്ക് ചെയ്ത ആളിരിക്കുന്നത് കേട്ടോ. പൊളി ഷെഫ്. ഇതാണ് ഷെഫ് ആവുന്നു. ചില സമയത്ത് നമ്മുടെ രണ്ടിന്റെ അപ്പനും അമ്മയാവുന്നു. അതെ, ചില സമയത്ത് എന്തൊക്കെയോ കുരുത്തക്കേട് കാണിക്കുന്നു. അടിപൊളിയാണ് എന്തായാലും. ഇപ്പൊ പാത്രം കഴുകാൻ പോവാ. കഴുകല്ലേ എന്താ കഴുകാണ്ട് പിന്നെ ആര് കഴുകൂന്ന്? അതാണ് പോയിന്റ്. അങ്ങനെ നമ്മുടെ സാമ്പാറും, ഇത് വൺപയർ തോരൻ, ഇത് ചോറ്. ഇപ്പൊ വരാം. ഒരു സെക്കൻഡ്, ഒരു കാര്യം പറഞ്ഞോട്ടെ കേട്ടോ. അങ്ങനെ കിച്ചണൊക്കെ ഒന്ന്. ഇത് മുട്ടയല്ലേടി? അത് 2 മുട്ടയാ. അവിടെ ഇരുന്ന് ബുൾസയാവാതെ ഇതിന്റെ അടിയിൽ വെക്ക്. ഇത് യെസ്. അല്ലെങ്കിൽ എന്താ പറയുക, ഇത് മേളിലിരുന്നാൽ ഇവിടെ തട്ടും. ഇങ്ങനെ ഇരിക്കുവാണെങ്കിൽ അത് അന്ന് അബദ്ധം പറ്റിയതാ. ഈ സ്റ്റാൻഡ് ഉണ്ടല്ലോ, സ്റ്റാൻഡിന്റെ അടിവശം, സ്റ്റാൻഡല്ല ഈ ബുഷിന്റെ അടിവശം ഇച്ചിരി കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. കുഞ്ഞാറ്റൻ്റെ അടുത്ത് ഞാൻ എന്താന്ന് നോട്ടെ. എന്താ കുഞ്ഞാ? കൊള്ളാം, അടിപൊളി സാധനം. അമ്മ കണ്ടു. അല്ല, നമ്മുടെ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞു. പിന്നെ നമുക്ക് ഫുഡ് കൂടെ കഴിച്ചിട്ട് അങ്ങ് പോവാണെങ്കിൽ പിന്നെ നിർത്തേണ്ട കാര്യമില്ലല്ലോ. ഇത്രയും നല്ല സ്ഥലത്ത് നിന്ന് ഫുഡ് കഴിച്ചിട്ട് അങ്ങ് പോയാൽ പോരെ? എന്നാലും മതി അല്ലേ? എനിക്കിവിടെ ഒരു വലിയ ഡൗട്ട് ഉണ്ടേ. അതായത് ഞങ്ങൾ ഗ്യാസ് കണക്ട് ചെയ്ത് കഴിയുമ്പോഴേ റെഗുലേറ്റർ ഫുള്ള് വെള്ളം ആവിക്കുന്നു ഭയങ്കരമായിട്ട്. ലീക്കുന്നതാണോന്ന് അറിയില്ല, പക്ഷെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ആവിച്ച് വെള്ളം ആകുന്നുണ്ട് മൊത്തത്തിൽ. ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. നമുക്കറിയത്തില്ല, അതുകൊണ്ടാണ്.
ഇതൊക്കെ അടച്ചാലോ എന്നാ? ഇത് അടച്ചു വന്നിട്ട് നമുക്ക് അങ്ങോട്ട് കയറിയിരിക്കാം. ആൻസി, നമ്മൾ തന്നെ കുക്ക് ചെയ്ത് നമ്മൾ തന്നെ ടേസ്റ്റ് നല്ല നിമിഷമാണിത്. അല്ലാണ്ട് നമ്മുടെ കൂടെ വേറെ ആളില്ലല്ലോ. അതെ. പിള്ളേർ കളിക്കണ പാർക്കാണ്, അങ്ങോട്ട് നോക്കിക്കേ. പിള്ളേര് കളിക്കണ പാർക്ക് ഉണ്ട് അവിടെ അല്ലേ? കൊണ്ടുപോവോ? നോക്കാം, നമുക്ക് സമയം ഉണ്ടെങ്കിൽ പോവാ. എങ്ങനെയുണ്ട് ആൻസി? സാമ്പാർ എങ്ങനെയുണ്ട്? കടിച്ച് ഒന്ന് ചവച്ച് കഴിഞ്ഞിട്ടേ പറയാവുള്ളേ. സാമ്പാർ അത്ര പോരാ. തോരൻ അത്രയും കൂടി പോരാ. തോരൻ കുഴപ്പമില്ല, സാമ്പാർ അത്ര പോരാ. ഇത് സാമ്പാർ തക്കാളിയും സവോള ഇട്ട സാമ്പാറാവും ആരാ പറഞ്ഞ? ഇല്ല, സാമ്പാറല്ല, ഞാൻ ഇത് പരിപ്പ് കറി കേട്ടോ. സാമ്പാറാന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. പരിപ്പ് കറി എങ്ങനെയുണ്ട് കുഞ്ഞാ? പരിപ്പ് കറി ആണെങ്കിൽ ഒരു സൂപ്പട്. ഇങ്ങോട്ട് നോക്കിട്ട് പറഞ്ഞ സൂപ്പറാണോന്ന്. അപ്പൊ എന്തായാലും ഇനി നമുക്ക് കഴിച്ചിട്ട് മെല്ലെ പോവാട്ടോ ഇവിടുന്ന്. പിന്നെ അതും കൂടി കണ്ടിട്ട് അങ്ങനെ നമ്മുടെ ഫുൾ കുക്കിങ് എല്ലാം കഴിഞ്ഞു. തുണി ഒരു ജസ്റ്റ് പാർക്കിലൊക്കെ ഒന്ന് കൊണ്ടുപോയി. അല്ല, ഇനി 2 ദിവസം ഒന്നും പേടിക്കാനില്ല. അതെ, ഒരുപാട് തുണി ഉണ്ടായിരുന്നു. അതിലൊരു 3/4 തുണി ഞാൻ കഴുകി. രണ്ട് ജോഡി തുണിയും കൂടിയാണ് ഞങ്ങളുടെ കഴുകാനുള്ളൂ. ബാക്കി എല്ലാം കഴുകി. നല്ല കുഞ്ഞാറ്റേന്റെ ഒന്നും പോലും കഴുകാനില്ല, എല്ലാം കഴുകി വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഈ കൈയൊക്കെ നോക്കുമ്പോഴാണ് ഫുള്ള് കൊതുക് കുത്തി ആകെ. കുഞ്ഞാറ്റേന്റെ 2 കൈയിലും കാലിലൊക്കെ കൊതുക് കുത്തി വെച്ചേക്കാം. കൊതുക് നെറ്റ് നമ്മള് ഇത്രയും ചൂട് നമ്മൾ പ്രതീക്ഷിച്ചില്ല അല്ലെ. മൊത്തം തണുപ്പാണല്ലോ എന്നൊരു പ്രതീക്ഷയല്ല നമ്മള് തന്നെ. കൊച്ചിനെ ആക്രമിച്ചങ്ങ് കൊന്നു. അപ്പം പോവാം. എന്നാ പോവാ. വഴി ഇങ്ങനെ നീണ്ടു തോർന്ന് കിടക്കുവാണല്ലോ. അതെ അതെ. അതോ എന്തൊരു വെയിലല്ലേ. വെയിൽ ഒരു രക്ഷയില്ല കേട്ടോ. നിൽക്കാൻ പറ്റുന്നില്ല കേട്ടോ. പക്ഷെ നമ്മളിപ്പോ വണ്ടിക്കകത്ത് AC ഇട്ടിരിക്കുന്നോണ്ടാണ് നമ്മൾ അത്ര അറിയാത്ത. പക്ഷെ എന്നാലും നമ്മുടെ കയ്യിലേക്കൊക്കെ നല്ല ചൂട് അടിക്കുന്നുണ്ടാവും. അതൊക്കെ നമ്മള് ഒരു കുറച്ച് ദിവസം കഴിയുമ്പോ നമുക്ക് മനസ്സിലാവും. നിറയൊക്കെ നല്ല കറുത്ത കളറാവും. ഇപ്പൊ തന്നെ നമ്മുടെ കുഞ്ഞാറ്റക്കുട്ടി കറുത്തു. അതാണ് ഞങ്ങളുടെ സങ്കടം കേട്ടോ. അല്ലേ തക്കരെ? അതെ, കുഞ്ഞാറ്റക്ക് ഇനി സ്കൂളിലൊക്കെ പോവാനുള്ളതാ. ഞങ്ങൾ ഇന്നിപ്പോ വണ്ടി ഓടിച്ചോണ്ടിരിക്കുമ്പോ നമ്മളെ വിളിച്ചു കേട്ടോ സെന്റ് തോമസിന്ന്. അപ്പൊ ഞങ്ങളിങ്ങനെ പറഞ്ഞു ഞങ്ങളൊരു യാത്രയിലാണ്, ഈ മാസം 21-ന് ചെല്ലാനാ പറഞ്ഞ യാത്രയിലാണ്. അങ്ങനെയാണെങ്കിൽ ഒരു മാർച്ചൊക്കെ ആകുമ്പോഴത്തേക്കും വരാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പൊ മാർച്ചിൽ നമ്മൾ കുഞ്ഞാറ്റനെ ചേർക്കും. അത് കഴിഞ്ഞാൽ പിന്നെ കുഞ്ഞാറ്റയ്ക്ക് പഠിക്കാനുണ്ട്. ബിസി ലൈഫാണ്, ബിസി ലൈഫ്. അതെ അതെ. ഏതോ ടീച്ചർ വരെ ആദ്യം പഠിക്കണം. അങ്ങനെ അങ്ങ് തുടങ്ങും കുഞ്ഞാറ്റ. ഇവരൊക്കെ എന്ത് പിള്ളേരൊക്കെ അങ്ങനെ കൊണ്ടുപോണേ. അതും നമ്മളിപ്പോ 60-ലാ പോണേ. അപ്പൊ ആ വണ്ടി എത്ര സ്പീഡിലായിരിക്കും പോണേ? അത് മാത്രല്ല, ഈ സൈഡിൽ കൂടെ പോകുന്ന വണ്ടി എങ്ങനെ തട്ടിക്കഴിഞ്ഞാൽ അവസ്ഥ ആലോചിച്ച്. അതെ അതെ. ആ കൊച്ചിനെ ഒരുമാതിരി തട്ടിക്കൊണ്ട് പോണ പോലെ പോണല്ലേ. പക്ഷെ അവരുടെ കൊച്ചു തന്നെയാണ്, ഉറങ്ങാൻ തോന്നുന്നു. പക്ഷെ കാലൊക്കെ അനക്കം ഉണ്ട് കേട്ടോ. ഉണ്ട്. പക്ഷെ അത് അങ്ങനെ വെക്കാൻ പാടുണ്ടോ കാലൊക്കെ? എന്താ ചെയ്യാ, അത് നോക്കിട്ട് കാര്യമില്ല. ഇവിടെയൊക്കെ ഇങ്ങനെയാണ്. അതെ. എന്ത് വേണം പോവാ? താറ്റിച്ചെട്ടിലെ പാലം. അതായത് കടലിലേക്ക് ഒരു 200 മീറ്റർ വരുന്ന ഒരു പാലം. അത് കാണാൻ വേണ്ടി കൊച്ചിന് നമുക്ക് ഒരു സർപ്രൈസ് കൊടുക്കാം. അല്ലൂർ എന്ന് പറഞ്ഞൊരു ടൗണിന്റെ അടുത്താണ് നമ്മളിപ്പോ ഉള്ളത്. അല്ലൂർ ടൗണിൽ നിന്നാണ് പോണ്ടേ. ആന്ധ്രാപ്രദേശില് നമ്മുടെ നെല്ലൂര് കഴിഞ്ഞിട്ട് അല്ലൂർ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടുന്ന് 13 കിലോമീറ്റർ ആണ് ഞാൻ ഈ പറഞ്ഞ പാലത്തിലേക്ക് വരുന്നത്. അപ്പൊ ഒന്ന് പോയി നോക്കിയാലോ അല്ലേ? സർപ്രൈസ് കൊടുക്കാം. നമ്മളങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഗ്രാമത്തിന്റെ സൈഡിൽ കൂടിയാണ്. ഫുൾ നെൽപ്പാടങ്ങളാട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. പശുക്കളൊക്കെ ഇങ്ങനെ മേയുന്നു. നല്ലൊരു നാടൻ പ്രദേശം അല്ലേ? നാടൻ പ്രദേശം കേട്ടോ. നാടനാണോ അല്ലയോ അല്ലേ? കാരണം കുറച്ച് ഉള്ളിലേക്കായിട്ടാണെന്ന് തോന്നുന്നു. കനാലുണ്ടല്ലോ. ഇതൊക്കെ നനയ്ക്കുന്നൊക്കെ കനാലും കൊണ്ടായിരിക്കും ചിലപ്പോ. ഇതിലേക്കുള്ളതൊക്കെ സൈഡിൽ കൂടി അങ്ങോട്ട് ഇവിടുന്നൊക്കെ ഇനി എടുത്ത് അവർക്ക് കൃഷിക്ക് ഉപയോഗിക്കാലോ. എപ്പോഴും വണ്ടിയിലിരുന്ന് ഈ നെല്ലിനെ പറ്റി ഇങ്ങനെ കുറേ പറഞ്ഞുമ്പോഴേ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവില്ല കേട്ടോ. കണ്ണെത്താ ദൂരം എന്ന് പറഞ്ഞാൽ കണ്ണെത്താ ദൂരം വരെ നെല്ല് മാത്രം. അടിപൊളി കേട്ടോ. ഇവിടെ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് വല്ലാത്തൊരു സുഖം. നല്ല കാറ്റും ഒക്കെ, നല്ല ഫ്രഷ് എയറാട്ടോ. നെല്ലായിട്ടില്ല, ജസ്റ്റ് ഇത് തൈ ഇങ്ങനെ ക്ലിയർ ആയി വരുന്നതേ ഉള്ളേ. നെല്ലൊക്കെ ഇനി ആയി വരണം. പക്ഷെ നല്ല ഭംഗി, ഒരേ കളറിൽ ഇങ്ങനെ അങ്ങ് വരെ കാണുന്നുണ്ടല്ലോ. അതുപോലെ 2 ഏരിയയിലും അങ്ങനെ തന്നെയാണ് കേട്ടോ. ഇതുണ്ടോ, 2 ഏരിയയിൽ ഫുള്ള് അങ്ങനെയാണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ. അങ്ങനെ ഞങ്ങൾ ആന്ധ്രാപ്രദേശിലെ സിദ്ധാന പാലം എന്ന് പറഞ്ഞ ഒരു കുഞ്ഞ് ഗ്രാമത്തിലെത്തി കേട്ടോ. ചേട്ടേ, ഒരു പീസ് എടുത്ത് തരട്ടെ? ചോറും കൂടി തിന്നാ. 4-5 കിൻഡൽ ഉണ്ടല്ലേ വരുന്നത് എല്ലാ എണ്ണങ്ങളും കൂടെ ആകുമ്പോൾ. ഇവിടെ കുറേ
പോത്ത് ഫാമുകളുണ്ട് അല്ലേ? ഫാമുകളല്ല, ഇതൊക്കെ വീട്ടിന്റെയാന്ന് തോന്നുന്നു അല്ലേ? പശുക്കളുടെ തന്നെ എന്തൊക്കെയോ കുറെ പിള്ളേര് കളിക്കണം. അതെ, പിള്ളേര് കളിക്കാന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് പേടിയാണ് കേട്ടോ. കാരണം നമ്മള് ഒരു വീഡിയോ ഇതുപോലെ എടുത്ത വകയിലാണ് നമ്മുടെ ഒരു വീഡിയോ അങ്ങോട്ട് പോയി കിട്ടിയത്. അത് രസം എന്താ, 2 പിള്ളേര് ഞങ്ങള് വീഡിയോ എടുത്തപ്പോ ഞങ്ങൾ അവരെ ശ്രദ്ധിച്ചതില്ല. നമ്മളാ വീഡിയോ എഡിറ്റ് ചെയ്തപ്പോഴും ശ്രദ്ധിച്ചില്ല. അതാണ് വേറെ പിള്ളേര് ഞങ്ങളുടെ പുറകെ കൂടി ജസ്റ്റ് ഒന്ന് നടന്നു പോയി. അന്നേരത്തേക്കും പണി വന്നു. നമ്മളേ ടൂറിസ്റ്റ് പ്ലേസിലേക്കല്ലേ പോകുന്നേ. നമ്മള് ആന്ധ്രേന്റെ അങ്ങ് ഉള്ളിൽ കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കാല് മാത്രമേ ഉള്ളല്ലേ, ഉടലും കാലും എല്ലാം ഒരേപോലെ തന്നെ. ആന്ധ്ര ഫുള്ള് എന്താ, ആന്ധ്രേനെ അങ്ങ് അറ്റെത്തിന്ന് തോന്നുന്നല്ലേ. ഇനി കടലിൽ ചെന്ന ആന്ധ്ര അവസാനിക്കും. അതും കുഞ്ഞു 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 വീടുകള് ഒന്നും നിക്കുന്നില്ല. ബ്രേക്ക് ഒന്നും ഇല്ല, അവൻ എങ്ങനെ ബ്രേക്ക് പിടിക്കണ്ടേന്ന് പോലും അറിയില്ല. അതാണ് വേറൊരു കോമഡി. എന്തായാലും പോയി നോക്കാല്ലേ. വീടുകളാണ് നോക്കാൻ. നമ്മുടെ ഈ എന്താ പറയാ, ആ സൈഡില്ല, ഈ സൈഡാണ് വീടുകൾ കൂടുതൽ. ആ സൈഡാണ്. ഈ സൈഡ് കൂടെ എടുത്തു പോവാം, കാണിക്കാൻ പറ്റില്ല. ആ സൈഡ് നല്ല വീട്, നല്ല നല്ല വീടുകളും ആണല്ലോ. ഇത് മറ്റേ നമ്മുടെ ഇതിന്റെയൊക്കെ സ്ഥലം എന്ന് പറയില്ല നമ്മള്, എന്താ ഇതിന് പറയാ, കടൽ തീരത്തെ അങ്ങനെയാണ്. ഉള്ളു മണല. 2 കിലോമീറ്റർ കൂടെ പോയാലെത്തി. 2 കിലോമീറ്റർ പോകുന്നതിന് മുന്നേ തന്നെ ഇവിടെയൊക്കെ ഫുള്ള് മണലായി. മണണിയാണ് ഇവിടെ. കുറച്ച് നമ്മുടെ നാട്ടിലേക്ക് കയറ്റി വെച്ചാലോ മണൽ. ഞാനിങ്ങനെ മെല്ലെ പോകുന്നെന്താ അറിയോ, ഇവിടെയൊക്കെ ആൾക്കാരൊക്കെ ഇരിപ്പണ്ടേ, വെറുതെ ഈ സ്പീഡിൽ പോയിട്ട് അവരുടെ തെറി കേൾക്കണം. പ്ലാസ്റ്റിക് പൂവുണ്ടോ? പ്ലാസ്റ്റിക് അല്ലടി, കടലാസ് റോസ. ഈ സൈഡിൽ കാണുന്നൊക്കെ ചെമ്മീൻ കെട്ടുകളല്ലേ? അതെ, ഈ മെഷീൻ കണ്ടില്ലേ? പക്ഷെ ഇപ്പൊ ഇല്ലാന്ന് തോന്നൂലേ, വെയിലായതുകൊണ്ട് ഇട്ടിട്ടുണ്ടാവില്ല. അതായിരിക്കില്ല, വെയിലിന്റെ അല്ല, പിടിച്ചു പോയിട്ടുണ്ടാവും മൊത്തം. പക്ഷെ കൊറേ ഏരിയയിലുണ്ട് അല്ലേ, ഇഷ്ടം പോലെ ഉണ്ട്. വലിയ കുളം പോലെ. കടാപ്പുറം എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതെ, ഇപ്പൊ ഇങ്ങോട്ട് വീടുകളൊക്കെ ഇല്ല അല്ലേ. ഇനി ചിലപ്പോ അങ്ങോട്ട് എത്തുമ്പോഴായിരിക്കും ഉണ്ടാവുള്ളൂ. എന്തായാലും ഗൂഗിൾ മാപ്പിലുണ്ട്, അതുകൊണ്ട് ഭാഗ്യമുണ്ട്. അങ്ങനെ അവസാനം തപ്പി 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 നമ്മൾ സ്ഥലത്തെത്തിക്കുന്നു. ആദ്യം മാപ്പ് ഞങ്ങൾ ഒരു അമ്പലത്തിന്റെ മുമ്പിൽ കൊണ്ടുവരുന്നു. ഇതാണ് നിങ്ങൾ പറഞ്ഞ പാലം. ഒറ്റ പോക്കുന്നിട്ട് എന്നിട്ട് ഒറ്റ പോക്കാ ഞാൻ പോണേന്ന്. ഇനി നമുക്ക് പോയി നോക്കാം. അങ്ങനെ ഞങ്ങൾ കറങ്ങി കുറച്ച് ഇപ്പുറത്തായിട്ട് എത്തിയിട്ടോ. അവിടുത്തെ സാഹചര്യം, മറ്റേ പാലത്തിന്റെ അടുത്ത സാഹചര്യം എത്ര മോശമാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നിട്ടോ. ഇവിടെ എത്തിയപ്പോ കറക്റ്റ് ബീച്ചിന്റെ സൈഡിലെത്തി. സാഹചര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങള് എന്താ പറയാ അല്ലേ, പറയൂ എന്താണ്. ഒരു ചേട്ടൻ മദ്യപാനം കുടിച്ചിട്ട് 2 ചേട്ടന്മാർ, ചെക്കന്മാര്, 2 ചെക്കന്മാര്. അവന്മാര് ഒരുത്തൻ വണ്ടി ഓടിച്ച് ബോധമുണ്ട്. എന്നിട്ട് ഞങ്ങളങ്ങ് വണ്ടി കൊണ്ടുപോയി നിർത്തിയപ്പോൾ അവൻ നേരെ ഫ്രണ്ടില് സ്റ്റെപ്പ് ഉണ്ട്, അവിടെ ഞാൻ കാണിച്ച സ്റ്റെപ്പ് ഉണ്ട്, ആ സ്റ്റെപ്പിലേക്ക് കയറി ഇങ്ങനെ ഇരുന്നു ഫോൺ കളിച്ചോണ്ടിരിക്കുന്നു. ഏറ്റവും നടന്ന് സ്റ്റെപ്പ് കയറാൻ വേണ്ടി മുമ്പോട്ട് പോകുന്നു, ബാക്കോട്ട് വരുന്നു. വീഡിയോയിൽ കാണിച്ചില്ല, മെല്ലെ അവിടെ നിന്ന് പോകുന്നു. അപ്പൊ നമുക്ക് പാലം കാണുമെങ്കിൽ അത് വലിയൊരു പാലം കേട്ടോ, വലിയൊരു പാലം, അടിപൊളി നടക്കാൻ. പോയി നോക്കാം, പോണമെന്നുണ്ട് ഞങ്ങക്ക്. ആഗ്രഹിച്ചു വന്നു ഇത്രയും കിലോമീറ്റർ നമ്മളെ നല്ല വഴിയിൽ നിന്ന് ഇറങ്ങി. പറഞ്ഞു തീർന്നില്ല കേട്ടോ. ഈ 3 എണ്ണങ്ങളാണ് പോകുന്നത്. 3 എണ്ണം, നേരത്തെ 2 പേരെ ഉണ്ടായിരുന്നു, ഇപ്പൊ 3 പേരായി. പോവാം. നടുക്കിരിക്കുന്നവനാണ് പൂസ്, ഫുൾ പൂസാണ്. ബേക്കിലിരിക്കുന്നവനും. അപ്പൊ ഞാൻ വേറൊരു കാര്യം പറയട്ടെ, നമ്മളിവിടെ പോകുന്നില്ല. കണ്ട കണ്ട കണ്ട, ഓ വീണ് കേട്ടോ. ഇവനെയൊക്കെ പൊക്കി പിടിച്ചോണ്ട് നടക്കുന്ന ആ കൂട്ടുകാരെ പറഞ്ഞാൽ മതിയല്ലോ. അല്ല പിന്നെ നമ്മുടെ പുറകാലം ഇങ്ങോട്ട് വന്നത് എന്തെങ്കിലും ഉദ്ദേശം കാണുമല്ലോ. അല്ല, അവനെ അങ്ങോട്ട് കയറ്റി വിടുകയെന്ന് തോന്നുന്നു. അതാ വീണു വീണു വീണു. അപ്പൊ നമുക്ക് പോവാം. അല്ല, എനിക്ക് തോന്നുന്നു അവനെ കൊണ്ട് കുടുങ്ങിയതാണോ അറിയില്ല. ആ ചെറുക്കനെ എവിടെ കൊണ്ട് തട്ടി അവര്? അവനെ ഇതിലെ അങ്ങോട്ട് കേറ്റുന്ന കണ്ടോ? അവിടെ എവിടെയോ കൊണ്ട് തട്ടിയിട്ടുണ്ട്. ഇവിടെ എവിടെയോ കൊണ്ട് തട്ടിട്ടോ. ഈ വീട് ഇതിന് അവന്റെ വീടാണോ ഇത്? വീടൊന്നുമല്ല. അല്ല അല്ലേ, ഇവിടുന്ന് അങ്ങോട്ടാണ് കൊണ്ടുപോകുന്നുണ്ട്. ഇതിന്റെ ഉള്ളിൽ കാണും ചിലപ്പോ. ഇതിന്റെ ഉള്ളിൽ കൊണ്ടിട്ടുണ്ടാവും. അവിടെ കിടക്കട്ടെ. എന്തായാലും നമ്മൾ ഈ വഴി പോയാൽ കാണാൻ പറ്റും. പിന്നെ നമുക്ക് ആ സംഭവത്തിനുള്ളിലേക്ക് തന്നെ പോവാം. തിരിച്ചു പോവാനാ? പോവാം, വണ്ടി ഇരിക്കുക. അപ്പൊ നമ്മുടെ കൊച്ചമ്മേനെയും ഏൽപ്പിച്ചു, നമ്മൾ മേളിലേക്ക് പോവാണ്. നേരത്തെ വന്നപ്പോൾ അവന്മാർ ഇവിടെ ആട്ടോ ഇരുന്നേ, അതാ പിന്നെ ഞങ്ങൾ കയറാത്ത. നമ്മുടെ വണ്ടി ഇവിടെ വെച്ചിട്ടുണ്ട്. ഇവിടെയൊക്കെ പിന്നെ വീടുകാരൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. ഞങ്ങൾ ആ വീട്ടുകാരോട് ചോദിച്ചപ്പോൾ കുഴപ്പമില്ല, പൊക്കോളാൻ പറഞ്ഞു.
പിന്നെ ഈ കള്ള് കുടിച്ചിട്ട് വരുന്നവരുടെ സ്വഭാവം എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതെ, അപ്പോൾ ആ റൂട്ടങ്ങനെ നമ്മൾ കയറിപ്പോയത് മണ്ണിൽ പൂണ്ട് പോയേനെ. ഇവിടെ ചേട്ടന്മാർ മീനൊക്കെ പിടിപ്പിക്കുന്നുണ്ട്. ഇറങ്ങി പോകുന്നേ കണ്ടു. ഇതിൻ്റെ അകത്ത് എന്താ വെള്ളമാണോ? ഇതെന്താ ഇതിൻ്റെ അകത്ത്? കുഞ്ഞാ വെള്ളം ഉണ്ടേ. ഇതേ ഇങ്ങോട്ട് വെള്ളം വരുമോ? എങ്ങനെ? ഇവിടെയൊക്കെ വെള്ളം വരും. ആ ഇവിടെ നാൻസി രണ്ടും കൽപ്പിച്ചാട്ടോ. ഇതിൻ്റെ അകത്ത് ഇതേ ഓട്ട. ഇതിൻ്റെ അകത്ത് ഫുള്ള് കുപ്പികൾ മാത്രം. കുപ്പികൾ ഈ സൈഡിൽ കൂടെ ഒക്കെ കുപ്പികളാട്ടോ. ഇതൊക്കെയാണ് അതിൻ്റെ ഒരു പ്രശ്നം. നമുക്ക് സംഭവം കൊള്ളാം. അങ്ങ് ലാസ്റ്റ് വരെ എത്തണം. പൊളിച്ച്. എങ്ങനെയുണ്ട് കുഞ്ഞാ ഇത്? എങ്ങനെയുണ്ട്? ഇവിടെയൊക്കെ ഈ ചേട്ടന്മാരെന്തോ പിടിക്കാം. ഓ, മീൻ പിടിക്കുവാടിയേ. ആ, അവിടെ മീനുണ്ട്. അതാ കൊള്ളാം. പക്ഷെ വെള്ളത്തിൻ്റെ കളറ് കണ്ടിട്ട് അല്ലേ? ആ, ഇതൊക്കെ ഈ കടലിൽ നിന്ന് ഇങ്ങോട്ട് അടിച്ച് കയറി വന്നേക്കുന്ന വെള്ളമൊക്കെയാണ്. സംഭവം സ്ഥലം ഒരു അടിപൊളി സ്ഥലമാണ്. പക്ഷേ ഇവിടുത്തെ ആംബിയൻസ് അത്ര പോരാ അല്ലേ? ആ, കുഴപ്പമില്ല. ഇതങ്ങനെ ശ്രദ്ധയില്ലാത്തൊരു സ്ഥലമാണ്. അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ കിടക്കുന്നത് കേട്ടോ. കാരണം ഇത് ആരെങ്കിലും ശ്രദ്ധിച്ച് വൃത്തിയാക്കി സൂക്ഷിച്ചെങ്കിലല്ലേ കാര്യമുള്ളൂ. എന്താ കുഞ്ഞാ? തിരുമാല അടിക്കണേ അല്ലേ? അയ്യോ, വെയിലുണ്ടെങ്കിൽ ആ ഒരു വെയിലിൻ്റെ പ്രശ്നം അങ്ങനെ അല്ലേ ഇല്ല. എവിടെ വെയിലടിക്കുന്നത്? പാൻറ്റിൻ്റെ ഉള്ളിൽ കയറ്റിയിടാം, താഴേക്ക് വെയിലടിക്കാന്ന്. ഇത് കണ്ടോ, ഇവിടെ ഫുള്ള് ചെമ്മീൻ കെട്ടുകളാട്ടോ അങ്ങ് ലാസ്റ്റ് വരെ. അതേപോലെ ഇവിടെ മീനുമുണ്ട്, വെള്ളമുണ്ട്. ആ, നമുക്ക് ഇനി നടക്കാൻ കിട്ടും. നമ്മൾ കറക്റ്റ് പകുതിയായി. ഇത് കണ്ടോ, ഇങ്ങോട്ടും ഫുള്ള് ചെമ്മീൻ കെട്ടുകൾ തന്നെയാണ്. ഇതിൻ്റെ ഉള്ളിൽ ഫുള്ള് കുപ്പികൾ പൊട്ടിച്ചിട്ടേക്കുക കള്ളുകുടിയന്മാരുടെ. കക്കയൊക്കെ ഒട്ടിയിരിപ്പുണ്ടല്ലേ? ആ, ഇതന്നെ കുഞ്ഞ് ഇങ്ങനെ നടക്കുന്നേ. ആ, ഇപ്പം അത് എവിടെ ഇട്ട് നടക്കണേക്ക്? ആ, ആ, ഇതിൻ്റെ ഉള്ളിൽ കൂടിയല്ലേ? അതെങ്ങനെയാ? എന്തോ ഒരു സെറ്റപ്പ് ഉണ്ട് കേട്ടോ. ഒന്നും പറയാൻ പറ്റില്ല. ഞങ്ങൾ ഗൂഗിൾ അമ്മച്ചിയോട് ചോദിച്ചിട്ടും വലിയ ഐഡിയ ഒന്നും കിട്ടുന്നില്ല അല്ലേ? എന്തായാലും അവിടെ പോയാലാണ് നമുക്ക് വ്യൂ കിട്ടുക. അടിപൊളി വ്യൂ. പിള്ളേർ ഇറങ്ങിയ സ്ഥലം. ഏത് പിള്ളേർ? ഇതുകൊണ്ട് ഇവിടെയൊക്കെ നോക്കി നടന്നില്ലെങ്കിൽ താഴെ കിടക്കും കേട്ടോ. ശരിക്കും ഇതൊക്കെ ഉണ്ടല്ലോ ആൻസി, ഇതൊന്നും നന്നായി മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിലേ വൈകുന്നേരം ആൾക്കാർ ഇഷ്ടം പോലെ വരും. നല്ല അത് മീൻ പിടുത്തക്കാരാണ് മൊത്തം. അങ്ങോട്ടൊക്കെ മീൻ പിടുത്തക്കാരുണ്ട്. ആ, ആ, ഇതിൻ്റെ താഴെയൊക്കെ ആൾക്കാർ ഇരിപ്പുണ്ട്. പിക്നിക് സ്പോട്ട് എന്നൊക്കെ പറയില്ലേ, അത് കണ്ടോ? ആമ കണ്ടോടി, കടലാമ കിടക്കുന്നേ. കടലാമ നോക്കി നടക്കും. ഞാൻ അവിടെ എത്തിയിട്ട് കാണിക്കാം. കണ്ടോ, ഞങ്ങളങ്ങനെ കടലാമേനെ കണ്ടു. പക്ഷേ ഇതൊന്നൊക്കെ ജീവനുള്ള കടലാമയാണല്ലോ. ജീവനുണ്ടോ? കുറേ കടലാമകളുണ്ട് കേട്ടോ. ആ കിടക്കുന്നൊക്കെ കടലാമകളാണ്. ഇതെന്താ സംഭവം? ഇവിടുത്തെ ആർക്കും ഇതിനെ വേണ്ടെന്ന് തോന്നുന്നല്ലേ? അല്ലെങ്കിൽ ആ വെള്ളത്തിലേക്കെങ്കിലും വിട്ടിരുന്നെങ്കിലോ? അല്ല, അതിൻ്റെ കൈ എന്തോ അനങ്ങുന്നത് കാറ്റടിച്ചിട്ടായിരിക്കും അല്ലേ? എവിടെ? ഓ, മറിഞ്ഞു കിടക്കുന്നു. ഇത് അതാണ് ആ ചെക്കന്മാർ വന്ന് നോക്കിയത് കേട്ടോ. ആമയുണ്ടോയെന്ന് അറിയേ. അവിടെയൊക്കെ ഉണ്ട് കേട്ടോ. എന്താ അങ്ങനെ അല്ലേ? അത് പുതിയൊരു പ്രതിഭാസമാണല്ലോ. പ്രതിഭാസമല്ല, ആമേനെ എടുത്തിട്ട് അതെന്താ? അപ്പോൾ ഞങ്ങൾ ആ രണ്ട് പയ്യന്മാരോട് ചോദിച്ചു വിട്ടു. അതപ്പോൾ എന്താണെന്ന് സംഭവം എന്താണെന്ന് വെച്ചാൽ ആ ആമകൾ ചത്തതാണ്. ചത്തിട്ട് തിരയടിച്ച് ഇങ്ങോട്ട് കരയിലേക്ക് കയറ്റിയിട്ടേക്കുന്നതാണ്. അപ്പോൾ ഈ കടലിൻ്റെ അടുത്തേക്ക് നമ്മളിപ്പോൾ നടക്കുന്നത്
കടലൂടെയോ കടലുണ്ടിയോ എന്താ കടലിൽ കൂടി കടലിൻ്റെ മേളിൽ കൂടി തന്നെ ഞങ്ങൾ നടക്കുന്നത്. അമ്പം എന്നാ തിരയാൻ നോക്കിയേ, സംഭവം പൊളി കേട്ടോ. എന്തായാലും പറ. അതെ അതെ, ഇങ്ങനത്തെ എല്ലാ കുഴീൻ്റെ ഉള്ളിൽ നല്ല ബിയറും കുപ്പിയും എല്ലാ കുപ്പികളും ചില്ലും കുപ്പികളൊക്കെ പൊട്ടിച്ചിട്ടേക്കുക. ഇതിൻ്റെയോ? ആ നേരാ തിരുമേനി. ഏയ് പക്ഷേ ഇങ്ങോട്ടത്തെ നല്ല തണുത്ത കാറ്റ് അല്ലേ? ആ ഞങ്ങൾ കണ്ടോ പെപ്പർ സ്പ്രേ ഒക്കെ കയ്യെ പിടിച്ചോണ്ടാട്ടോ നടക്കുന്നത്. പക്ഷെ പിന്നീടാണ് മനസ്സിലായത് പാവം ചേട്ടന്മാരായിരുന്നു. കാരണം ഇപ്പം അതിൽ രണ്ട് കള്ള് കുടിച്ചിട്ട് അവിടെ വന്നിരുന്ന അവരല്ല, മറ്റേ ചെക്കന്മാർ വേറെ കേട്ടോ. അവരോടാണ് ഞങ്ങൾ ഈ ആമേൻ്റെ കാര്യം ചോദിച്ചത്. മൊത്തം കക്ക നോക്ക്. ഇപ്പോഴോ? ആ വാ പിടിക്കണം. അതെ അതെ. പിന്നെ ഒരു ഗുണം എന്താ വെച്ചാൽ ഈ കുഴിക്കകത്ത് ചാടിയാലും താഴേക്ക് എത്തൂല. പക്ഷേ ഈ കുഴിക്കകത്ത് നമുക്ക് എടുക്കാൻ വലിയ പാടുപെടും കേട്ടോ. നോക്കിയേ ഇപ്പോൾ നമ്മൾ എന്തോരം ഇങ്ങോട്ട് പോകുന്നെന്ന് നോക്കിയേ. അങ്ങനെ നമ്മൾ എത്തി കേട്ടോ. ഇതിൻ്റെ ഉള്ളിലേക്ക് എന്താ? ഓ ഇതിലെ സ്റ്റെപ്പാണോ? ആൻസി ഇതിലെ സ്റ്റെപ്പുണ്ട് താഴേക്ക് ഇറങ്ങാൻ. ഇതേ അല്ലെങ്കിലും അത് ശരിയാണല്ലോ, വെള്ളത്തിലേക്കാണോ? എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. പോട്ടെ നോക്കാം എന്താന്ന് നോക്കാം. ഇപ്പുറത്തെ സ്റ്റെപ്പാട്ടോ. ആ ടീമിനെ കയ്യെ പിടിച്ചോണേ. ഇത് നോക്ക്. ഇല്ല അതെന്താ? ഇത് പമ്പ് ഹൗസ് ആയിരുന്നു, നോർത്ത് പമ്പ് ഹൗസ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. പക്ഷെ അതെല്ലാം ഉപേക്ഷിച്ചെന്ന് തോന്നുന്നേ അല്ലേ? ഇത് മൊത്തത്തിൽ ഉപേക്ഷിച്ചാന്ന് തോന്നുന്നു. ഇവിടെയൊക്കെ മൊത്തം അലമ്പായിട്ട് കിടക്കുന്നുണ്ടോ? ഓ വലിയ കുഴിയാ. കുഞ്ഞാ കൈ പിടിച്ച് നടക്കണേ. ഇതാ ഇവിടെ ഒരു വീടല്ല, എലികൾ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. സൂക്ഷിച്ച് നടന്നോളുക, പേടിക്കും. കുഞ്ഞാരുടെ കൈ പിടിച്ചോ. അതിൻ്റെ ഉള്ളിൽ എലിയാ കുഞ്ഞ്. ഇവിടെ പക്ഷേ ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നതാണ്. ഇങ്ങോട്ട് കയറണ്ട, എലിമണാണ് മൊത്തം. ഇഷ്ടം പോലെ ആൾക്കാർ വരുന്നുണ്ട്. സഞ്ജു ലക്ഷ്മി എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇനി തന്നെ ഇതിൻ്റെ ഒന്നും വെള്ളം ഇല്ലല്ലോ. ആൻസി ഇതൊരു ആദ്യ അനുഭവം കേട്ടോ അല്ലേ? അങ്ങോട്ട് ഇറങ്ങാനുള്ള സ്റ്റെപ്പും ഉണ്ട്. വേണ്ട പോണ്ട, നിങ്ങളെ അങ്ങോട്ട് അങ്ങനെ പോകണ്ട. ഇതുണ്ടോ ഇവിടെയൊക്കെ? ഓ അങ്ങനെ ഇവിടെ പാലത്തിൻ്റെ ഒരു തൂണ്. അങ്ങനെ നമ്മൾ ലാസ്റ്റ് എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇവിടെയൊക്കെ ഉണ്ടായിരുന്ന കേട്ടോ, അതൊക്കെ പൊട്ടിപ്പോയി. ഇവിടെ ഒന്നും തിരയില്ല, തെര കാരണേ നമ്മൾ അത്രയും ദൂരെയാണ് നിൽക്കണേ. ഈ കുഴിയൊക്കെ നോക്കണം കേട്ടോ. ഏത് കുഴി വീണാലും തീർന്ന് നോക്കണ്ട. പിന്നെ ഇത് നോക്കിയേ എത്ര അകലെയാന്ന് നോക്കിയേ. കര എവിടെയാന്ന് നോക്കിയേ. അവിടെ നിന്ന് ഇത്രയും ദൂരെ നമ്മൾ വന്ന് നിൽക്കുന്നു. നോക്കിയാൽ ദൂരം ഹൈറ്റാന്ന് നോക്കിയേ. പിന്നെ പൊളിച്ച്. ഇത് നല്ലൊരു സംഭവമായി ലാൻസി. എങ്ങനെയുണ്ട്? എന്താ ആൻസി പേടിച്ച് നിൽക്കുക? എന്താ ചിപ്സ് ഒന്നും കഴിക്കുന്നില്ലേ? എന്താ? സിസ് അമ്മ സിസ് ഇതുണ്ടോ? അതൊക്കെ ദ്രവിച്ചു പോയിട്ടോ. ഞങ്ങൾ ഉള്ളത് പറഞ്ഞാൽ ആരെയും ഞങ്ങൾ ഇങ്ങോട്ട് റെക്കമെൻഡ് ചെയ്യില്ല. ഇത് കണ്ടോ, ഈ തൂണൊക്കെ ഇവിടെ ദ്രവിച്ചങ്ങ് എത്തിയിട്ടുണ്ട്. കമ്പിയാണെങ്കിൽ പോലും തുരുമ്പെടുത്തങ്ങ് പോയി. അതേപോലെ നമ്മളിപ്പോൾ നിന്ന സ്ഥലം കണ്ടോ, വിള്ളൽ വന്നിട്ട് പോവാനായിട്ട് നിൽക്കുന്നതാണ് ഇവിടെയൊക്കെ. ഇവിടെ നിൽക്കുന്ന അത്ര സേഫ് അല്ല. പോവല്ലേ? എന്തായാലും കടലിൻ്റെ ഇത്രയും ഉള്ളിലേക്കായിട്ട് ഇങ്ങനൊരു സംഭവം പൊളിച്ച് നമ്മൾ പോകുന്ന ആദ്യമായിട്ട്. ഇഷ്ടംപോലെ ഉണ്ട്, നമ്മളാദ്യമായിട്ട് പോവുകയും. അതെ അതെ. ഇത് കണ്ടോ, ഈ ചേട്ടൻ പിടിച്ച മീനുകളെ
ആ ചേച്ചിമാർ അവിടെ നിന്ന് നന്നായിക്കൊണ്ടിരിക്കുക കണ്ടോ. ആ കൊട്ടയിലേക്ക് എടുത്തിടുന്നത് ഫുള്ള് മീനാട്ടോ, തരം തിരിക്കുകയാണ്, അങ്ങനെ എന്തോ പരിപാടിയാണ്. പക്ഷെ നല്ല വെള്ളമൊന്നുമല്ല, പക്ഷെ ഇതിൽ നിന്നാണ് ഇവർ ഈ മീനെ മൊത്തം പിടിക്കുന്നത്. കയറി കിടക്കുന്ന വെള്ളം അങ്ങനെ എന്തോ ആണ്. അവിടെയൊക്കെ മീനെ പിടിക്കുന്നുണ്ട് കേട്ടോ ചേട്ടന്മാർ. ആൻസി അവിടെ ചെന്ന് വരണ്ട് പേടിച്ച് ചേട്ടാ എനിക്ക് ഇപ്പം തന്നെ പോകണമെന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ പോകുന്ന കേട്ടോ. ഇത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെ. ഒരിക്കലും ഞങ്ങൾ റെക്കമെൻഡ് ചെയ്യില്ല, അങ്ങനത്തെ ഒരു സ്ഥലമാണ് കേട്ടോ. കാരണം എല്ലാവരും അങ്ങൊന്നും പേടിക്കൊന്നുമില്ല, പക്ഷെ ആൻസീനെ പോലെയുള്ള ലോല ഹൃദയമുള്ളവരൊക്കെ പേടിക്കും അല്ലേ. അങ്ങനെ വല്ലാത്ത സംഭവമേ. നടഞ്ഞ് തിരിച്ച് നമ്മൾ വണ്ടിയിലെത്തി. എൻ്റെ അമ്മോ, നടന്നിട്ടും എത്തുന്നുമില്ല, ഒരു രക്ഷയില്ല കേട്ടോ. എൻ്റെ പൊന്നെ, വന്ന് പക്ഷെ ഇത് കുറച്ചും കൂടിയൊക്കെ സെറ്റപ്പ് ആക്കി കുറച്ചും കൂടി സേഫ്റ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ വരായിരുന്നു. അപ്പൊ നമ്മളിവിടുന്ന് പോവാണ് കേട്ടോ. കാരണം ഇവിടെ ഇനി ടൈം കൂടുന്നതിനനുസരിച്ച് കള്ളുടിയന്മാരുടെ എണ്ണം കൂടും. അല്ല, ഇപ്പൊ നമ്മളവിടെ നിൽക്കുമ്പോൾ തന്നെ കുറെ പേര് വന്നു. ഇവിടെ കൂടുതലും ഇതൊരു ടൂറിസത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പാലമല്ല സംഭവം. ശരിക്കും അതിന് എന്താ പറയാ, ഇവിടെ ഉള്ള നാട്ടുകാരെ അവർക്ക് ഇങ്ങനെ ചുമ്മാ സൊറ പറഞ്ഞിരിക്കാനും ജസ്റ്റ് ഒന്ന് മദ്യപാനം കുടിക്കാനും അതിനൊക്കെ വേണ്ടിയുള്ള ഒരു സ്ഥലമാണ്. അപ്പൊ അതാണ് നമ്മൾ നേരത്തെ കണ്ടല്ലോ. പിന്നെയും ഈ വീഡിയോയിൽ പറയാനുള്ള കാരണം എന്താന്ന് വെച്ചാല്, ഞങ്ങള് വന്നു എന്ന് വിചാരിച്ച് വേറൊരു ആരും ഇവിടെ വന്ന് പെടരുത്, വരാൻ നിൽക്കരുത്. അതിന് വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. കാരണം നമ്മൾ അറിഞ്ഞില്ല, ഞങ്ങൾ കുറെ ഗൂഗിൾ റിവ്യൂ ഒക്കെ നോക്കിയായിരുന്നു, പക്ഷെ ആ റിവ്യൂലൊന്നും എല്ലാവരും നല്ല സ്ഥലമാണെന്നൊക്കെ പറഞ്ഞില്ലായിരുന്നു. അപ്പോ അതുകൊണ്ടാണ് പിന്നെ ഞങ്ങള് അങ്ങനെ നിൽക്കാനുണ്ടായിരുന്ന കാരണം. അപ്പൊ നമ്മള് നേരെ ഇനി നമുക്ക് നേരെ ഹൈവേ കയറാം അല്ലേ. പിന്നെ ഒരു കാര്യം എന്താ പറയാനുള്ളായിരുന്നേ, ഇവിടെ വേറൊരു ഇവിടെ ഫുള്ള് വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എങ്കിലും ഞങ്ങൾക്കൊരു കംഫർട്ട് ഫീൽ ചെയ്തിട്ടില്ല. അതുകൊണ്ട് അത് നിങ്ങളെ കൂടി അറിയിക്കാന്ന് വിചാരിച്ചു. അപ്പൊ നമുക്ക് ഇനി ഹൈവേ ചെന്നിട്ട് കാണാം അല്ലേ. ഇത് നമ്മളങ്ങനെ ഉപയോഗിക്കരുത് എന്ന് പറയുന്ന ആ പൂവല്ലേ, അരളി ഈ ഏരിയയിലൊക്കെ നിറച്ച് പൂത്തുക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ ഈ അരളിപ്പൂവിന്റെ ഒരു പ്രത്യേകത എന്താ അറിയോ, രാവിലെ സമയത്ത് ഈ വെളിച്ചെങ്ങനെ ആയി വരുന്ന സമയമുണ്ടല്ലോ, ആ സമയത്ത് ഈ അരളിപ്പൂവിന്റെ അടുത്തൊക്കെ ആ ഏരിയ കൂടി പോയാൽ ഒടുക്കത്തെ നല്ല അടിപൊളി മണമാണ്. ഇപ്പൊ സൈക്കിളുകാരെ ഒരു കോല ആയേനെ. നല്ല കോലങ്ങൾ നല്ല കളറൊക്കെ ഇട്ടിട്ട് നല്ല ഭംഗി കാണാം. ഇത് കണ്ടോ, ഇതൊരു ഗ്രാമത്തിന്റെ ചെറിയൊരു ടെമ്പിളും കാര്യങ്ങളൊക്കെ സെറ്റപ്പ് അല്ലേ. ഹനുമാൻ ഭഗവാന്റെ ഒരു ഫോട്ടോ ഉണ്ട്. അതെ, നോക്ക് ചെക്കന്മാര് നേരെ നോക്കി ഓടിക്കടാ, കുഴി പോവും. എല്ലാ ആൾക്കാരും കൂടി ഉണ്ടല്ലോ ഏട്ടേ, കൂട്ടായിട്ട് ഇങ്ങനെ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഇരുന്ന് വർത്താനം പറയാ, അങ്ങനെയൊക്കെ രസമുണ്ട്. അതാണ് ഈ ഗ്രാമങ്ങളുടെ ഒരു പ്രത്യേകത. നമ്മുടെ നാട്ടിലൊക്കെ അത് പറഞ്ഞു പോയി. തൊട്ടിപ്പുറത്തുള്ള വീട്ടിൽ നിന്ന് തൊട്ടപ്പുറത്തുള്ള വീട്ടിലേക്ക് പോവില്ലാത്തൊരു മൊത്തത്തില്, നമ്മുടെ നാട്ടിലല്ല മൊത്തത്തിൽ അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കും. പക്ഷെ ഇവിടെയൊക്കെ ഇപ്പോഴും അങ്ങനെ തന്നെ സ്നേഹവും അതൊക്കെ ഇപ്പോഴും ഉണ്ട്. വളങ്ങൾ കാണാൻ നല്ല ഭംഗിയുണ്ടായിട്ട് ഈ നമ്മൾ കുപ്പികളൊന്നും ഇടില്ലാത്തത്. അതെന്താ സംഭവം എന്നറിയോ, അതാണ് വളക്കട. പക്ഷെ വണ്ടിയിൽ ഇങ്ങനെ ആദ്യമായിട്ട് കാണുക. അല്ല, നമ്മുടെ നാട്ടിലും അങ്ങനെ വണ്ടിയിൽ അങ്ങനെ കൊണ്ടുപോയി കൊടുക്കുന്ന ഈ പണ്ട് കാലത്ത് അങ്ങനെ ഉണ്ടായിരുന്നോ എന്ന് നമുക്ക് അറിയില്ല കേട്ടോ. എനിക്ക് തോന്നുന്നേ നല്ലൊരു ബിസിനസ് ഐഡിയ ആണത് അല്ലേ, കുപ്പിവളകൾ. അതൊരു കാര്യമാണ്. അല്ല, വേറൊരു കാര്യ, അന്നേരം അവർക്ക് ആ വണ്ടിക്കാരനുള്ള ലാഭം എന്താ അറിയോ, കടയ്ക്ക് വാടക കൊടുക്കണ്ട, കറണ്ട് ബില്ലില്ല, ആകെ ഇച്ചിരി ഡീസൽ അടി. ഇത് അടുത്ത വണ്ടി, ഇത് മീൻ വണ്ടിയാന്ന് തോന്നുന്നു. അല്ല, പച്ചക്കറി, പഴോ. ആന്ധ്രയിൽ കൂടെ ഇത്രയും പ്രാവശ്യം പോയിട്ട് പോയി, ഇങ്ങനെ ഒരു സ്ഥലം ആദ്യമായിട്ട് കാണുക അല്ലേ. ഇതാണ് ഇവിടത്തെ ഒറിജിനൽ ഗ്രാമം. ഇതാണ് ഗ്രാമം, ഫുള്ള് വീട് അടുത്തടുത്ത് വീടും വീടുകളും വെള്ളമൊക്കെ അവർക്ക് ഒരു സ്ഥലത്ത് തന്നെ പോയി എടുക്കണം. കൊറേ അമ്പലങ്ങള്, ഒരു നാടൻ പ്രദേശം അല്ലേ. കൊള്ളാം, നാടനിൽ നാടൻ, അത്ര പറയാൻ നാടൻ. നമ്മുടെ അവിടെ ഇപ്പൊ ഇങ്ങനത്തെ വീടുകൾ അല്ല, ഇങ്ങനത്തെ ആ ഒരു ഇതുണ്ടോ ആൻസി? അറിയില്ല, ഇത്രയൊന്നും ഞാൻ കണ്ടിട്ടില്ല. നമ്മുടെ ഉള്ളിലേക്കൊക്കെ ചിലപ്പോ കാണുമായിരിക്കും. ഉണ്ട്, ശരിയാ.
പക്ഷെ നമ്മൾ ഇങ്ങനെ കണ്ട് ശീലമായിട്ടേ, അതെ അതെ. അല്ല അങ്ങനെ കണ്ട് ശീലമായിട്ട് ഇങ്ങനെ കാണുമ്പോ പെട്ടെന്ന് ഒരു കൗതുകം. ഇവിടെയും ഉണ്ട്. ഇതിപ്പോ നോക്കിയാ ഫുള്ള് മണല്. ഫുള്ള് മണല്. ചേട്ടാ അങ്ങനെ അത് സംഭവിച്ചിരിക്കുന്നു. അതെ. എത്ര ദൂരം പോയല്ലോ നമ്മള്. കൊറേ ദൂരം ഓടി ഓടി ഓടിയാണ് ഇവിടെ എത്തിയത്. ഇപ്പൊ എന്തായാലും ഇതില് മെയിൻ ടിസ്റ്റ് എന്താണെന്നറിയോ? ഇതില് മെയിൻ പ്രശ്നം എന്താന്ന് വെച്ചാൽ ഗ്ലാസ് പറ്റ അലമ്പായി. മേളിലേക്ക് കയറിയിട്ട് എന്തായാലും കാണിക്കാം. അങ്ങനെ ഞങ്ങൾ ഹൈവേയിൽ തിരിച്ചെത്തിരിക്കുകയാണ് കേട്ടോ. വിജയകരമായി ഞങ്ങൾ ഹൈവേയിൽ എത്തി എന്ന് വേണം പറയാൻ. ഓടിയിട്ടും തീരുന്നില്ല. ചായ വേണം. ചായയോ? ആ മേടിക്കാം. ഉണ്ടാക്കി കുടിക്കാനാ? നോക്കാം. ചായക്കട കാണുകയാണെങ്കിൽ വാങ്ങിക്കൊടുക്കാം. ഫുള്ള് കരിമ്പന ഉണ്ടോ, ദൂരമാകുന്നുണ്ടോ? ഈ സൈഡിലും നിറച്ചുണ്ട് കേട്ടോ. ഇത് പുതിയ റോഡാന്ന് തോന്നുന്നല്ലേ? ഇതിന്റെ മാർക്കിങ് പോലും കഴിഞ്ഞിട്ടില്ല. അതായത് ആന്ധ്രാപ്രദേശിന് ഇന്നെന്ന് പറയുമ്പോ ഈ വീഡിയോ എത്തുമ്പോ ഒരു 1-2 ദിവസം കഴിയുവേ. അതായത് ഇന്ന് ആന്ധ്രാപ്രദേശിന് 1-2 ഗിന്നസ് റെക്കോർഡൊക്കെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഇന്നലെ വന്ന വഴിയില്ലേ, ആ വഴി ഏറ്റവും കൂടുതൽ ദൂരത്തില് പെട്ടെന്ന് ടാറിട്ട് കഴിഞ്ഞേന്. ആണോ? നമ്മള് കാലുത്തിന്റെ പ്രധാനങ്ങളായിരിക്കുമല്ലോ അതൊക്കെ. നമ്മൾ കാലുകുത്തിയതിന്റെ പ്രത്യേകതകളാണ്. അങ്ങനെ ഞങ്ങൾക്കൊരു പമ്പ് കിട്ടി. ഭാരത് പെട്രോളിയം ആണ് കേട്ടോ. ഒരു അടിപൊളി പമ്പ്, വലിയ പമ്പാണ്. ബേക്കിലേക്കൊക്കെ ഫുള്ളായിട്ട്. ഈ അരളിപ്പൂവാണ് ഒരു കൊച്ചു കഴിച്ചിട്ട് സീനായത്. അപ്പുറത്ത് കുഞ്ഞാറ്റനെ പരിസരത്തേക്ക് അടുപ്പിക്കുകയേ വേണ്ട കേട്ടോ. അങ്ങനെ ഞങ്ങള് ഇന്നത്തെ യാത്ര ഞങ്ങള് ഇവിടെ നിർത്തി. ഇവിടെ എന്തോ പറ്റിയിട്ടുണ്ട് കേട്ടോ. അവിടെ കൊച്ച് ആന്ധ്രയിൽ വന്നൊരു ഓണപ്പൂ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ഇന്നത്തെ യാത്ര നിർത്തി. ഇവിടെ നമ്മൾ ഇന്ന് കിടക്കാൻ പോകുന്നത്. നമുക്ക് ഈ പ്രാവശ്യം ഫുള്ള് ഭാരതിന്റെ പമ്പാണുള്ളത്. ഭാരതിന്റെ പെട്രോൾ പമ്പ് നല്ല പമ്പ് വൃത്തിയുള്ള പമ്പുമാണ്. നിർത്തിക്കോളട്ടെ ചോദിക്കുമ്പോൾ തന്നെ നിർത്തിക്കോളാനും പറയും. അപ്പോൾ അത്രയൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞങ്ങൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. പുതിയ വിശേഷങ്ങളും പുതിയ വീഡിയോ ആയിട്ട് വരുന്നോടെ വരെ ബൈ.